ഹലോ ഗൈസ്, നമ്മളെല്ലാവരും ഏറെ ആകാംക്ഷപൂർവ്വം വെയിറ്റ് ചെയ്തിരുന്ന മൂവിയാണ് എമ്പുരാൻ. എമ്പുരാൻ ഇന്ന് റിലീസ് ചെയ്തു. ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വന്നേയുള്ളൂ. 2019 ലൂസിഫർ റിലീസ് ചെയ്തത്. അത് കഴിഞ്ഞ് നീണ്ട 5 വർഷത്തോളം. നിങ്ങളെപ്പോലെ തന്നെ ഞാൻ നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു എങ്ങനെ മൂവി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 വർഷത്തെ കാത്തിരിപ്പ് ഒട്ടും നിരാശപ്പെടുത്തിയിട്ടില്ല. കിടിലൻ മൂവിയാണ്. ലാലേട്ടന്റെ ഒരു കിടിലൻ തിരിച്ചുവരവ് നമുക്ക് ഈ മൂവിയിലൂടെ കാണാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത അഭിനയമായിരുന്നു ലാലേട്ടൻ്റെത്. പിന്നെ എടുത്തു പറയേണ്ടത് പൃഥ്വിരാജ് സുകുമാരൻ്റെയാണ്. 2 വർഷത്തോളം പുള്ളി ഗ്യാപ്പ് എടുത്തിട്ടാണ് ഈ മൂവിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെ റിസൾട്ട് നമുക്ക് മൂവിയിലുടനീളം കാണാൻ പറ്റുന്നുണ്ട്. കളർ ഗ്രേഡിങ് ആയിട്ടുണ്ടെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ടുണ്ടെങ്കിലും ഷോർട്സുകളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഹോളിവുഡ് സ്റ്റൈലിലാണ് മൂവി എടുത്തിട്ടുള്ളത്. ഈവൻ കളർ ഗ്രേഡിങ് ആയിട്ടുണ്ടെങ്കിൽ അതേ പാറ്റേൺ ആണ് തുടങ്ങിയിട്ടുള്ളത്. ലൂസിഫറിനെക്കാട്ടും സത്യം പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഫാർ ബെറ്റർ ആയിട്ടാണ് എനിക്ക് എമ്പുരാൻ തോന്നിയിട്ടുള്ളത്. എല്ലാവരും അഭിനയം കിടവുമാണ്. എടുത്തു പറയേണ്ടത് മഞ്ജു വാര്യരുടെ അഭിനയമാണ്. ലൂസിഫറിനെ പോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്ലോ ബേസിലൊക്കെ ആയിട്ടാണ് മൂവി വരുന്നതെങ്കിലും സെക്കൻഡ് ഹാഫ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. തിയേറ്റർ മൊത്തം സെക്കൻഡ് ഹാഫിൽ ഒരു മഞ്ജു വാര്യരുടെ ഡയലോഗൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ടിട്ട് ഒരു കിടിലനാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണണം. കിടിലൻ ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് തന്നെ പറയാം മൂവി. ഇതൊരു മലയാളം മൂവി എന്ന് എനിക്ക് വിളിക്കാൻ പറ്റില്ല. ഒരു കിടിലൻ ഒരു ഇന്ത്യൻ മൂവി എന്ന് തന്നെ വിളിക്കാൻ പറ്റും. നല്ലൊരു കളക്ഷൻ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലേട്ടൻ ഫാനോ മമ്മൂട്ടി ഫാനോ അല്ല, ഒരു മലയാളം ഇൻഡസ്ട്രിയിലെ ഒരു ഫാൻ ബോയ് ആണ് ഞാനും. ഇപ്പോൾ ഒരു ഫാൻ ബോയ്ക്കുള്ള ഒരു കിടിലൻ മൂവിയാണ് ലാലേട്ടൻ്റെ. നിങ്ങളെല്ലാവരും മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് മൂവി. കിടിലനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു കിടിൽ വീഡിയോയുമായി കാണുന്നവരെ ബൈ.